നമസ്കാരം. ഗാൾ ഗാഡോട്ട് ഇപ്പോൾ ഇറങ്ങിയ വണ്ടർ വുമൺ സിനിമയിലെ ടൈറ്റിൽ ഹീറോയിനാണ്. ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവർ 5 മാസം ഗർഭിണിയായിരുന്നു. സാറ സിനിമയിലെ പോലെ ഇരുന്ന് സംവിധായക ജോലിയല്ല അവർ ചെയ്തത്. ആക്ഷൻ ഉൾപ്പെടെ സീനുകൾ അഭിനയിക്കണം. അവരുടെ കരിയറാണ് സിനിമ എന്ന് വെച്ച് ആ കുഞ്ഞിനെ അവർ അബോർഷൻ നടത്തിയില്ല. ആ അവസ്ഥയിൽ തന്നെ അവർ അഭിനയിച്ചു തകർത്തു, ആക്ഷൻ സീനുകൾ ഉൾപ്പെടെ. അവർ ഇതിലൂടെ തെളിയിച്ചത് ഏത് അവസ്ഥയായാലും പെണ്ണിന് അതൊന്നും സ്വന്തം സ്വപ്നത്തിന് ഒരു തടസ്സമാകില്ല എന്നാണ്. ഒപ്പം ഒരു ജീവനെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നശിപ്പിക്കാനും അവർ തയ്യാറായില്ല. പറയാൻ കാരണം ഇപ്പോൾ ഇറങ്ങിയ സാറ സിനിമയിലെ മെസ്സേജ് കാരണമാണ്. സംവിധായകയാകണമെങ്കിൽ അബോർഷൻ നടത്തി ഒരു ജീവൻ നശിപ്പിക്കണം, അതും സ്വാർത്ഥതയ്ക്ക് വേണ്ടി. ഗർഭിണിയായാൽ സ്വന്തം കരിയർ സ്വപ്നങ്ങൾ നടത്താൻ കഴിയില്ല എന്ന തെറ്റായ സന്ദേശം നൽകി അതിന് പുരുഷനെ ചീറ്ററായും കാണിക്കുന്നു. എന്ത് മെസ്സേജാണ് ഈ സിനിമ നൽകുന്നത്? അബോർഷന് പ്രോത്സാഹനമാണോ അതോ പ്രഗ്നന്റ് ലേഡീസിന് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്ന സന്ദേശമോ അറിയില്ല. സാറ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം സ്വന്തം കരിയറിനു വേണ്ടി കുട്ടികളെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിത സാഹചര്യമാണ്. അതിനെ അനുകൂലിക്കുന്ന കുറെ ആളുകളും എതിർക്കുന്ന ആളുകളും കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സിനിമ ചർച്ചയ്ക്കെടുക്കുന്ന മറ്റൊരു പ്രധാന വിഷയം സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ്. ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി തുടങ്ങി വെച്ചെങ്കിലും സമൂഹത്തിന്റെ ഒരു നെഗറ്റീവ് പ്രതിഫലനമാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മക്കളെ വേണ്ടെന്ന് വെക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, മക്കളില്ലാതെ ഇന്നും വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഈ സിനിമ ഒരു വിജയമായി ആഘോഷിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? പാരന്റ്ഹുഡ് എന്ന് പറയുന്നത് ദൈവികതയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റുമിടയിലുണ്ട്. ഇനി പ്രഗ്നന്റ് ആയിട്ട് ജോലിക്ക് പോകുന്ന ധാരാളം പേർ നമുക്കിടയിലുണ്ട്. പാരന്റ്ഹുഡ് എന്ന് പറയുന്നത് ദൈവികതയാണ്. മക്കളില്ലാത്ത ധാരാളം പേർ നമുക്ക് ചുറ്റും നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സിനിമ ഒരു നെഗറ്റീവ് വൈബാണ് പ്രേക്ഷകർക്കിടയിലേക്ക് നൽകുന്നത്. കാരണം പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടോ തടസ്സമോ ഒന്നുമല്ല. കോവിഡ് സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രഗ്നൻറ്റ് ലേഡീസ് ആ സമയത്തും കഷ്ടപ്പാടുകൾ സഹിച്ചും കോവിഡ് സാഹചര്യത്തിൽ പോരാടുന്നത്. മാതൃത്വം അനുഭവിക്കാൻ കഴിയാത്ത ധാരാളം അമ്മമാർ നമുക്കിടയിലുണ്ട്. ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നത് കപട ഫെമിനിസ്റ്റുകളാണ്. അവരാണ് പ്രസവിക്കരുത്, അല്ലെങ്കിൽ പ്രസവിച്ചാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, സൗന്ദര്യം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അവർ ഈ സിനിമകളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എന്നിരുന്നാലും പ്രസവിക്കുക അല്ലെങ്കിൽ അമ്മയാകുക എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വലിയൊരു കാര്യമാണ്. ദൈവികതയാണ്. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത് എല്ലാവർക്കും ഒന്നും കിട്ടുകയില്ല. പക്ഷെ എന്നാൽ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിട്ട് സ്വപ്നങ്ങൾ ഒരിക്കലും തകരുന്നില്ല. വണ്ടർ വുമണിലെ നായിക തന്നെ അവരുടെ സ്വപ്നങ്ങളെല്ലാം ആ പ്രഗ്നന്റ് ആയിട്ട് കൂടി അവർ ആ സ്വപ്നങ്ങളെല്ലാം നടപ്പിലാക്കി. ആക്ഷൻ സിനിമയിൽ അവർ അഭിനയിച്ചു, പുരസ്കാരങ്ങൾ നേടി. അപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നൊരു തടസ്സമല്ല, അത് ഒരു അനുഗ്രഹമാണ്. അത് വെച്ചിട്ട് അവരുടെ സ്വപ്നങ്ങൾ, കരിയർ എല്ലാം തന്നെ അവർ സ്വന്തമാക്കി. അപ്പോൾ ഈ ഒരു സാറാസ് എന്ന് പറഞ്ഞൊരു സിനിമ ശരിക്കും ഒരു നെഗറ്റീവ് സന്ദേശമാണ് നമ്മുടെ പ്രേക്ഷകർക്കിടയിലേക്ക് അത് നൽകുന്നത്. സിനിമയുടെ എല്ലാ കൂട്ടുകളും ചേരുമ്പടി ചേർന്നാലും നല്ല സന്ദേശം തേടുന്നവർക്ക് അത്ര രുചികരമല്ല ഈ സാറാസ് എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്താം. എന്തായാലും സിനിമയുടെ എല്ലാ കൂട്ടുകളും ചേരുമ്പടി ചേർന്നാലും നല്ല സന്ദേശം തേടുന്നവർക്ക് അത്ര രുചികരമല്ല സാറാസ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.